പ്രേക്ഷകർക്കും വനിതാ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈസ്റ്റേൺ വനിതാ ഷെഫ് ഓഫ് കേരള 2026 ഇൻ അസോസിയേഷൻ വിത്ത് ലുലു മോൾ. ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: ഒരു തനിനാടൻ വെജ് അല്ലെങ്കിൽ നോൺ വെജ് വിഭവം, അതിനോടൊപ്പം ഒരു തനിനാടൻ മധുര പലഹാരവും കൂടി. ഇതിൻ്റെ എല്ലാ റെസിപ്പികൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കോ അതല്ലെങ്കിൽ www.vanitha.in/chefofkerala എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക. 18 മുതൽ 65 വയസ്സ് വരെയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ഓഡിയോയായോ വീഡിയോയായോ എഴുതിയോ റെസിപ്പികൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. പാചകക്കുറിപ്പിനൊപ്പം മത്സരാർത്ഥിയുടെ പേരും അഡ്രസ്സും ബന്ധപ്പെടാനുള്ള നമ്പറും ഓഗസ്റ്റ് 31 മുൻപ് ഞങ്ങൾക്ക് നൽകണം. ഇനി അതുമല്ലെങ്കിൽ ഈസ്റ്റേൺ വനിതാ ഷെഫ് ഓഫ് കേരള എന്ന ഹാഷ്ടാഗോടെ നിങ്ങളുടെ സ്വന്തം FB അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൽ വീഡിയോയായും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഈസ്റ്റേൺ സ്പൈസസ് ഉപയോഗിച്ചുകൊണ്ട് ഈസിലി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ സോയ ഫ്രൈ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 100 ഗ്രാം സോയ ചങ്ക്സ് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈസ്റ്റേൺ കുരുമുളക് പൊടി, ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി, ഈസ്റ്റേൺ മുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു 3 ആലു. പൊട്ടാറ്റോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു വേവിലേക്ക് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഉപ്പ് ഇട്ടിട്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില, വെളിച്ചെണ്ണ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് പൊട്ടാറ്റോയും നമ്മുടെ സോയ ചങ്ക്സും ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഒരുമിച്ച് ചെയ്താൽ മതി. അപ്പം ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, ഈസ്റ്റേണിൻ്റെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മസാല ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 100 ഗ്രാമാണ് കേട്ടോ സോയ ചങ്ക്സ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് വളരെ കുറച്ച് പൊട്ടാറ്റോ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമുക്ക് അവസാനം ഇടാം. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഓൾറെഡി പൊട്ടാറ്റോയിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിവിടെ കുറച്ച് കൊടുക്കണം കേട്ടോ. ഈസ്റ്റേൺ മുളക് പൊടി, അത്യാവശ്യം എരിവ് കൂട്ടിയിടുന്നതാണ് നല്ലത്. കാരണം ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു കടുപ്പത്തിൽ ആ എരിവ് കിട്ടുന്നത് ഭയങ്കര രസമാണ്. ഞാനൊരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടി മാത്രം ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തനത് രുചി, നാടൻ രുചി കിട്ടാൻ വേണ്ടി നമ്മുടെ ഈസ്റ്റേണിൻ്റെ പെപ്പർ പൗഡറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ഒരു 1 ടീസ്പൂൺ അതുകൂടെ ഞാനതിലേക്ക് ഇട്ട് കൊടുത്തത്, ആ രുചി കിട്ടാൻ വേണ്ടി മാത്രം. ഇനി ഒരു 2-3 കറിവേപ്പില കൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇടാം കേട്ടോ. പിന്നെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഏകദേശം 10-15 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള സോയയും പൊട്ടാറ്റോ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പാത്രം ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ചൊരു രുചി കൂട്ടാൻ വേണ്ടി ഞാൻ വറ്റൽമുളക് കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സും പൊട്ടാറ്റോയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. ഇനി നല്ല കറുത്ത കളറിൽ ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കരിയിച്ചെടുക്കാം. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് മൊരിക്കുന്നില്ല. ഒരു മീഡിയം രീതിയിലാണ് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ടൊരു മൊരിച്ചെടുക്കുന്നില്ല. ചെറിയൊരു കുറച്ച് എണ്ണയിലാണ് ഞാനത് എടുത്തത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു
അങ്ങനെ പൊട്ടാറ്റോ സോയ ചങ്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് സെർവ് ചെയ്യാം. ഫൈനലി പൊട്ടാറ്റോ സോയ ചങ്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും.